ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അതുൾടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ബഡ്ഡിങ്ങാണ്. അതിനായിട്ട് നമ്മൾ ചെമ്പരത്തിയുടെ ഒരു കമ്പ് ഒടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നമുക്ക് നേരെ ബഡ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മളവിടെ ഒരു ചെമ്പരത്തി കണ്ട്, ആ പൂ നല്ല പൂവാണ്. അതാണ് നമ്മളിത് മുമ്പ് ഒരു ദിവസം ബഡ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിളിച്ചു. എപ്പോഴും പെട്ടെന്ന് പൂ പൂക്കും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാം. ഇതിൻ്റെ കമ്പിലാണ് നമ്മൾ ബഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി ഇന്നൊരു ചെറിയ കമ്പ് വെട്ടിയെടുക്കണം. നല്ല മുറ്റിയ കമ്പ് വെട്ടിയെടുക്കണം. എന്നാൽ അധികം കനവും പാടില്ല. നമുക്കൊരു കമ്പ് കിട്ടിക്കഴിഞ്ഞു. ഈ കമ്പാണ് നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കമ്പ് എടുത്തു കഴിഞ്ഞു. ഈ കമ്പാണ്, ഇത്ര കനം മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കമ്പ് എടുത്തു കഴിഞ്ഞു. ഇതും കൊണ്ട് നമുക്കിനി ബഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഗൈസ്, വീഡിയോയ്ക്ക് ഒരു ഒറിജിനാലിറ്റി സൗണ്ട് ഇല്ലാത്തത് ഞാൻ ഡബ് ചെയ്യണം. അവിടെ ഭയങ്കര കാറ്റായിരുന്നുകൊണ്ട്, ഭയങ്കര നോയ്സ് ആയിരുന്നുകൊണ്ടാണ് ഞാൻ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിന് മുമ്പ് ഞാൻ ചെയ്തതിൻ്റെ മുട്ടാണ്. കണ്ടില്ലേ, ആ പൂ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട പൂ. നോക്കിക്കോളൂ, അത് ഉറച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് സംഭവം ബഡ് ആവുന്നത്. അപ്പോൾ ഇതും ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ ഞാൻ 3 എണ്ണം ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമാണ് ഒന്ന് മുട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ഭാഗം എടുത്തിട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പം നമുക്ക് ആ മുറ്റിയ സ്ഥലം മാത്രം മതി. അധികമായാൽ ചിലപ്പോൾ അത് പൊടിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര മാത്രം എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ബഡ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഒരു നല്ല കമ്പ് നോക്കി എടുക്കുക. നമ്മൾ വെട്ടിയതിൻ്റെ കനം ഒരിത്തിരി കൂടിയ മുറ്റിയ കമ്പ് നോക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് ചെത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് ചെത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കമ്പ് വയ്ക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ചെത്തണം. ബ്ലേഡ് ഇട്ട് വേണം ചെത്താൻ. നമുക്കിപ്പോൾ ചതിയിട്ടാണ് നമ്മൾ ചെത്തുന്നത്. ചത്തിയിട്ട് ചെത്തിയാലും കുഴപ്പമില്ല. പക്ഷെ ബ്ലേഡ് ആകുമ്പോൾ കുറച്ചുകൂടെ നൈസായിട്ട് ചെത്താൻ പറ്റും. ചതിയാകുമ്പോൾ അതിൻ്റെ നാരുകൾ അധികം മുറിയില്ല. അതാണ് കുഴപ്പം. നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബഡ് ചെയ്യാൻ പോകുന്ന, അതിൽ വയ്ക്കാൻ പോകുന്ന കമ്പും ഇതേപോലെ ഒന്ന് അറ്റം വെട്ടിക്കൊടുത്തതിന് ശേഷം അതിലോട്ട് വയ്ക്കുക. അതിൽ ഏകദേശം ചെത്തി കഴിഞ്ഞു. ഇതേപോലെ ചെത്തണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ കമ്പാണ് ചെത്തുന്നത്. അതും അതേപോലെ തന്നെയാണ്. ഇതേപോലെ അതിൻ്റെ ആ വെളി വരുന്നവരെ ചെത്തണം. കണ്ടില്ലേ? അപ്പം നമ്മളത് ചെത്തി കഴിഞ്ഞു. ഇനി അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളത് നല്ല ഇറുക്കി ടൈറ്റായിട്ട് ടാപ്പിട്ട് ചുറ്റി കെട്ടണം. വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ടാപ്പിട്ട് അതിലിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ടാപ്പില്ലാത്തവർ മറ്റേ കവറ് കീറി ഒട്ടിച്ചാലും മതി. ഞാൻ മുമ്പ് കവർ കീറി കെട്ടി വെച്ചിട്ടുണ്ട്, അതും പൊടിച്ചിട്ടുണ്ട്. ഇത് സംഭവം വേറെ ഒന്നുമില്ല, ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് ബഡ്ഡിങ് ചെമ്പരത്തിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ വരും. ഇത് നമ്മൾ ടാപ്പ് ചുറ്റി കഴിഞ്ഞു. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ടൈറ്റായിരിക്കണം. നമ്മൾ ചുറ്റിയതിന് ശേഷം ഏകദേശം ഒരു 2 ആഴ്ച എടുക്കും ഇതൊന്ന് പൊടിക്കാൻ. അതുവരെ നമ്മൾ അതിൽ നോക്കാനോ തൊടാനോ ടാപ്പ് ഇളക്കി നോക്കാനോ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അത് പൊടിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് പൊടിച്ച് ഇല കിളിച്ച് വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് മാറ്റാം. ടാപ്പ് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് ടാപ്പ് ചുറ്റിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം.
കണ്ടില്ല, ഇതിനി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നന്നായിട്ട് പൊടിക്കും. പിന്നെ ഇതിൽ നന്നായിട്ട് കമ്പ് അത്രയ്ക്ക് വരില്ല, പക്ഷെ പൂ എപ്പോഴും നന്നായിട്ട് പൂക്കും. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്, ഈ ചെമ്പരത്തി കുറേ നാൾ തിരിക്കും, പക്ഷേ വേറെ വെള്ളയും മഞ്ഞയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ചിലത് കുറേ നാളിരിക്കും, ചിലത് അങ്ങ് പോവും, പിന്നെ പൂക്കാതെയൊക്കെ ആവും. ഇത് നമ്മൾ ഇന്നാൾ വെച്ച പൂവാണ്. ഇത് വെച്ചിട്ട് ഏകദേശം 2 മാസമായി കഴിഞ്ഞു. അതിലിനിയും കുറേ മൊട്ടുകളുണ്ട്. ഇത് മഞ്ഞയാണ്, അത് വെച്ചിട്ട് 3 മാസമായി കഴിഞ്ഞു. അപ്പോൾ 3 മാസം ഇതിന് മുമ്പ് നന്നായിട്ട് പൂക്കുന്നതായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് പൂവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.